ശബരിമല എന്നും വിവാദങ്ങളുടെ കേന്ദ്രമാക്കാൻ എവിടെയോ ഒരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമല പ്രധാന ശ്രീകോവിൽ അതിൻ്റെ മുന്നിലുള്ള ഒരു ദ്വാരപാലിക വിഗ്രഹം, അത് നമുക്കറിയാം. ശബരിമല പ്രധാന ശ്രീകോവിൽ സമ്പൂർണ്ണമായിട്ടും സ്വർണം പൂശിയിരിക്കുകയാണ്, സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്. വലിയ തുക അതിനുവേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഒരു ഭക്തൻ കാണിക്കയായിട്ട് നേർച്ചയായിട്ട് ചെയ്തു കൊടുത്തതാണ്. ഇപ്പോൾ ഈ ദ്വാരപാലിക വിഗ്രഹത്തിന് കേടുണ്ട് എന്ന് മനസ്സിലാക്കി ആ സ്വർണം അഴിച്ച് ചെന്നൈയിലെ ഒരു കമ്പനിയാണ് ഇത് ചെയ്തു കൊടുത്തത്. ആ ചെന്നൈയിലെ കമ്പനിയിലേക്ക് ഇത് അയച്ചു കൊടുത്തിരിക്കുകയാണ് അറ്റകുറ്റപ്പണിക്കായിട്ട്. ഇത് ഹൈക്കോടതി നിയോഗിച്ച ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി കൂടാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ചോദിക്കുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നിലപാട് അത് തന്ത്രിയുടെ അനുമതിയുണ്ട്, അത് മതി എന്നാണ്. പക്ഷേ സ്പെഷ്യൽ കമ്മീഷണർ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി ഇല്ലാതെ ഈ പറഞ്ഞതുപോലെ അറ്റകുറ്റപ്പണിക്ക് കൊടുക്കാൻ കഴിയുന്നതാണോ? എന്താണ് താങ്കൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾക്ക് ഇത് ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതി ബെഞ്ചിൻ്റെ അനുമതിയോടുകൂടി തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡ് ഹൈക്കോടതി നിയോഗിച്ച ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഇത് അനുമതിയില്ലാതെയാണ് എന്ന് പറഞ്ഞത്. രണ്ടാമത്, ഈ വിഗ്രഹത്തിനെ പറ്റിയുള്ള തൂക്കമോ അതിൻ്റെ പ്യൂരിറ്റിയെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത യഥാർത്ഥത്തിൽ ദേവസ്വം ബെഞ്ചിന് വേണ്ടതായിരുന്നു, അപ്പോൾ ദേവസ്വം കമ്മീഷണർക്ക് വേണ്ടതായിരുന്നു. ഇതിനെപ്പറ്റി പൂർണ്ണ രൂപത്തിലല്ലാത്തത് കൊണ്ടാണ് ദേവസ്വം കമ്മീഷൻ ഇതിനെ എതിർത്തത്. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും മറ്റ് മെമ്പർമാരും ദേവസ്വം ബോർഡ് കമ്മീഷണർ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതി ബെഞ്ചിൻ്റെ അംഗീകാരം മേടിച്ചിട്ട് വേണമായിരുന്നല്ലോ ചെയ്യാൻ. സുതാര്യമായിരുന്നെങ്കിൽ അവരതിൻ്റെ അനുമതി മേടിച്ചിട്ട് ചെയ്യുകയോ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതിയുണ്ട്. അതുകൊണ്ടാണല്ലോ അതിന്റെ അളവ് കുറയാനും നഷ്ടപ്പെടാനും ഒക്കെ, പ്യൂരിറ്റി കുറയാനും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു സംഭവമാകുമ്പോൾ പൂർണ്ണമായും ഈ എന്താ പറയുക, പൂർണ്ണമായും ഇത് ഇതിൻ്റെ പ്യൂരിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിപ്പോ പറയുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ അടക്കമുള്ളവരുടെ നിലപാട് തന്ത്രിയുടെ അനുമതി വാങ്ങിയിട്ടുണ്ട്, അത് മതി എന്നാണ്. പക്ഷെ ആ തന്ത്രിയുടെ അനുമതി കൊണ്ട് മാത്രം ഇത് ചെയ്യാൻ സാധിക്കുന്നു അല്ല. ഇതിനകത്ത് ഈ താന്ത്രിക വിധിപ്രകാരമുള്ള ആചാരങ്ങൾക്ക് തന്ത്രിയുടെ അനുമതി മേടിക്കാം. ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളുടെയും മറ്റുള്ള കാര്യങ്ങളുടെയും അനുമതി ഇന്നുവരെ മേടിച്ചിട്ടില്ലല്ലോ. ഭരണ നിർവഹണം കൃത്യമായിട്ടും ഈ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ബെഞ്ചിന്റെ കീഴിൽ വരുന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ അധികാര പരിധിയിൽപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നാൾ ചെയ്യാത്തൊരു കാര്യം ഇത്ര ധൃതി പിടിച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ മറച്ചു വെക്കാനായിരിക്കാം ഈ അയ്യപ്പ സംഗമം ശബരിമലയിൽ ഇപ്പം നടത്താൻ ഉദ്ദേശിച്ചത്. അല്ല, നേരെ ചൊവ്വേ അവിടെ ഭക്തർക്ക് അന്നദാനം കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ബോർഡാണ് എന്നുള്ളത്. തീർച്ചയായും അതിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല, ഒരു തീരുമാനവുമില്ല. ഇല്ല. പക്ഷെ അങ്ങനെയുള്ളവർ ഈ ഇത്തരം കാര്യങ്ങൾ, ഈ അറ്റകുറ്റപ്പണിക്ക്, അതും ഈ ക്ഷേത്രം മുഴുവനും ശ്രീകോവിൽ മുഴുവനും സമ്പൂർണ്ണമായിട്ടും സ്വർണം പൂശിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഇത്തരത്തിലൊരു അറ്റകുറ്റപ്പണി എടുത്തുപിടി എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ തീരുമാനമെടുക്കുകയും അതിന്റെ നടപടികളിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് അത്. ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി ഇപ്പൊ 2 വർഷമാണല്ലോ. അതെ. അപ്പൊ ഏതാണ്ട് തീരാൻ പോവുകയാണ്. അപ്പൊ മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൂട്ടാം എന്നുള്ളതിന്റെ ഇത് വെച്ചിട്ടൊരു ദ്രുതഗതിയിൽ നടപ്പാക്കിയ ഒരു സംഭവമാണ്. ഇതൊരു സുതാര്യമല്ലാത്തടത്തോളം കാലം ഇതൊരു അഴിമതിയുടെ നിഴലിൽ നമുക്ക് കാണാൻ പറ്റും. കാര്യം ഏതൊരു കാര്യവും ഇതിനെതിരെ എന്ത് ചെയ്യാം? അങ്ങിപ്പോ ഈ അമ്മേ നാരായണ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒന്നിൽ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും. ഈ പ്രത്യേകിച്ചും ഈ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഇല്ലാതെ ഇത് ചെയ്തിരിക്കുകയും അതിന്റെ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്.
ഈ അഴിമതിയൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ സംഗമം പോലുള്ള ഹൈന്ദവന്റെ ആചാരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാനുള്ള ലക്ഷ്യം ഇട്ടത് തന്നെ. അപ്പൊ ഇതിന്റെ പിന്നിൽ അത് അത്ര എളുപ്പമാണോ? ഈ യുവതീ പ്രവേശനമൊക്കെ നടത്തി ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തി അവരുടെ മനസ്സിന് വലിയ മുറിവേൽപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഈ അയ്യപ്പ സംഗമം അതിനൊരു പരിഹാരമാകും? ഒരിക്കലും പരിഹാരമാകും. അതൊരിക്കലും ഒരിക്കലും അതിനുള്ള ഒരു ഇത് ഹൈന്ദവന്റെ മനസ്സിൽ അതിനുള്ള ഒരു തീർച്ചയായിട്ടും ഒരു വികാരമുണ്ട്. അത് ഇവർക്ക് വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ സാധിക്കില്ല. ഇത് തമിഴ്നാട്ടിൽ നടത്തിയ മുരുക സംഗമം പോലെ നടത്തി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നുപോയ ഹിന്ദുക്കളെ ഏകോപിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയുടെ തന്ത്രമായിട്ട് ഇതിനെ കണ്ടാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു എന്താ പറയുക വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു ബിജെപിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് തിരിച്ചു പിടിക്കാനുള്ള ഒരു പാർട്ടിയുടെ തന്ത്രമാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു കാര്യമില്ല. അല്ലാതെ അയ്യപ്പ ഭക്തി മൂത്തിട്ടൊന്നുമല്ല. അയ്യപ്പ ഭക്തി മൂക്കുമായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലല്ലോ. എത്രയോ ക്ഷേത്രങ്ങളുടെ ഭരണങ്ങളാണ് ഈ പാർട്ടിക്കാർ തകർത്തിട്ടുള്ളത്. തിരിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹിന്ദു ആചാരപ്രകാരം ഉള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് തന്നെ വിട്ടു നൽകണം. കാരണം ക്രിസ്ത്യൻ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലുമുള്ള പള്ളികൾ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അവരാണ് ഭരണം നടത്തുന്നത്. ഈ ദേവസ്വം ബോർഡ് വന്നതുകൊണ്ട് ഹിന്ദുവാണ് ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദേവസ്വം ബോർഡിൽ ജോലി ലഭിക്കാം. പക്ഷേ അയാൾക്ക് ഹിന്ദുവിൻ്റെ ഒരു ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാത്ത പാർട്ടിയിൽപ്പെട്ട സഹാക്കന്മാരായിരിക്കും. അവർക്ക് ഈ അമ്പലം നന്നാകണമെന്നോ അമ്പലത്തിലെ ആചാരങ്ങൾ പാലിക്കപ്പെടണമെന്നുള്ള കാര്യവുമില്ല. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് വന്നതുകൊണ്ട് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്കാണ് എപ്പോഴും മുറിവേൽപ്പിക്കുന്നത്. ഇപ്പോൾ അതിന് ഉദാഹരണം ഞാൻ പറയാം. ആന്ധ്രയിൽ ജഗൻമോഹൻ തിരുപ്പതി ക്ഷേത്രത്തിൽ പല ഉദ്യോഗസ്ഥന്മാരെയും ഹിന്ദുക്കളെ അവിടെ നിയമനം നിയോഗിച്ചു എന്ന് പറയുന്നതിനോട് ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് നാളെ ഒരു IAS വരുവാണ്. അത് ഇതര സമുദായത്തിലാണെങ്കിലും ഗവൺമെൻറ് നോമിനിയായിട്ട് വന്നാൽ ആ ആൾക്ക് ഈ ക്ഷേത്രത്തിലെ താന്ത്രിക വിദ്യയെക്കുറിച്ചോ ആ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പം ഇവിടെ ഏകദേശം അദ്ദേഹം ഒരു ഭരണപരിഷ്കാരം നടത്തിയാൽ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾക്ക് എന്നും മങ്ങലേൽപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പം പൂർണ്ണമായും ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന അവർ വേണം ഹിന്ദുവിൻ്റെ യഥാർത്ഥ ഭക്തർ വേണം ക്ഷേത്രം ഭരിക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം എന്നുള്ള ദേവസ്വം ബോർഡ് അതിനകത്തല്ല ഇതുപോലുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുക. ശരിക്കും ഒരു ആചാരവും ഹിന്ദുവിൻ്റെ ഒരു ആചാരം പോലും അറിയാത്ത ആൾക്കാരാണ് ഇന്ന് അമ്പലം ഭരിക്കുന്നത്. അതൊരു ശരിയായ രീതിയല്ല. കട്ടെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ച് കൺക്ലൂഡ് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയെങ്കിൽ അങ്ങ് പറഞ്ഞ ഈ അമ്മേ നാരായണ പ്രസ്ഥാനം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരാതിയുമായിട്ട് ഹൈക്കോടതിയെ നേരത്തെ പറഞ്ഞു വിജിലൻസ് അന്വേഷണം വേണ്ടതാണ് എന്ന് പറഞ്ഞു, ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിത് കൂടി ആലോചിച്ച് ഹൈക്കോടതിയെ സമീപിക്കും. അല്ല, നിരവധി ഹിന്ദു സംഘടനകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി, ശബരിമല അയ്യപ്പ കർമ്മ സമിതി ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും ഇത് ഹൈക്കോടതിയെ സമീപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് NSS SNDP എല്ലാം അതിനെ അനുകൂലിച്ച് രംഗത്ത് വരികയാണ്. ഹിന്ദു സംഘടനകളെ എതിർക്കുകയാണ് അവർ. ഈ അയ്യപ്പ സംഗമത്തിന് എതിര് നിൽക്കുന്നത് ശരിയല്ല എന്നാണ് അവരുടെ ഭാഷ്യം. അയ്യപ്പ സംഗമത്തിന് ആരും എതിര് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഹിന്ദു ആചാരപ്രകാരം ഈ ശബരിമല വിഷയത്തിൽ ഈ NSSും SNDPയും അന്ന് സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെന്ത് നിലപാടെടുത്തു? ഇന്ന്
അവർക്ക് ഗവൺമെൻറ്റിനെ കൊണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് നിയമനങ്ങളിൽ എന്ന് വെച്ചാൽ കോളേജുകളിലും സ്കൂളുകളിലും പല ഈ SNDP ആണെങ്കിലും NSS ആണെങ്കിലും നിയമനത്തിന് പൈസ കോളേജുകളിൽ മാനേജ്മെൻറ്റുകളിൽ കാശുകൾ മേടിച്ച് വെച്ചേക്കുക. ഇത് അപ്രൂവൽ ആകാതെ കാലങ്ങളോളം നീണ്ടു പോവുക. അപ്പോൾ ഗവൺമെൻറ് ഇതങ്ങ് ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യപ്പ സംഘമെങ്കിൽ അയ്യപ്പ സംഘമോ ഞങ്ങളുടെ ഒരു പിന്തുണ അങ്ങ് പ്രഖ്യാപിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഹിന്ദുവിനോടുള്ള സ്നേഹമൊന്നുമല്ല, അവർക്ക് സമുദായത്തോടുള്ള സ്നേഹമല്ല. അങ്ങനെ സമുദായ സ്നേഹമാണെങ്കിൽ ആരുടെ നിന്നും പൈസ മേടിക്കാതെ പാവപ്പെട്ട സമുദായങ്ങളെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കണമായിരുന്നു. മന്നത്തൊത്മനാഭന് താഴെ കിടക്കുന്ന നായർക്ക് ഗുണമുണ്ടാകണമെന്നും പറഞ്ഞാണ് ഈ NSS ഇത് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പൈസ ഇല്ലാത്ത ഒരാൾക്കും അവിടെ നിയമനത്തിന് കിട്ടുന്നില്ല. SNDP അതുപോലെ തന്നെയാണ്. പഴയ കുമാരനാശാനും പിന്നെ R ശങ്കറും ഡോക്ടർ പൽപ്പും ഒക്കെ ഉള്ള സമയത്ത് താഴേക്കടയിലേക്കുള്ള SNDP പാവപ്പെട്ട വിദ്യാഭ്യാസം ചെയ്ത് വരുന്നവർക്ക് നിയമനം കൊടുക്കുകയാണ്. ഇന്ന് ലേലം വിളിയാണ്. അപ്പോൾ ഇവരെ കൊണ്ട് സമുദായ അംഗങ്ങൾക്ക് ഒരു ഗുണമില്ല. അവരാണ് ഹിന്ദുവിൻ്റെ കാര്യങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങ് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഇതിനൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല. ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഓരോ ഹിന്ദുവും മനസ്സിലാക്കേണ്ടതുമാണ്.